ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെ ഇഷ്ടം താരങ്ങളായിരുന്നു, അല്ലെങ്കിൽ വ്ളോഗേഴ്സ് ആയിരുന്നു പ്രവീണും കൊച്ചും അല്ലേ. അവിടെ ഫാമിലി ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ രണ്ടാളും നല്ല ഫാമിലി, പ്രവീണും മൃദുലയും വേറെ, അമ്മയും അച്ഛനും കൊച്ചും വേറെ ആയിട്ട് അവരിപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കണല്ലേ. എന്താണ് റീസൺ ചോദിച്ചു പറഞ്ഞാൽ, ചാനലിൻ്റെ പേര്, യൂട്യൂബ് ചാനലിൻ്റെ പേരായിട്ടാണ് അവർ രണ്ടാളും കൊച്ചും പ്രവീണും കൂടി വഴക്കായത് കേട്ടോ. എന്നിട്ട് പിന്നെ അവനോട് ഇറങ്ങിപ്പോവാനൊക്കെ പറഞ്ഞു. നാണമില്ലേ ഇവിടെ നിൽക്കാൻ, ഇറങ്ങിപ്പോയിക്കൂടെ ഭർത്താവിനെയും കൂട്ടിയിട്ടെന്നൊക്കെ നമ്മുടെ കൊച്ചു മൃദുലയോട് പറഞ്ഞു അല്ലേ. മുറു മുറു പറഞ്ഞിട്ട് നടക്കണതൊക്കെ വെറുതെയാണെന്ന് ഇപ്പം മനസ്സിലായി. അപ്പം കുഞ്ഞ് പ്രസവിച്ചിട്ടടക്കം ആ ഒരു ദിവസം കാണാൻ പോവാണ്ട് പിന്നെയാണ് പോയത്. എല്ലാവരും പറഞ്ഞിട്ട് നെഗറ്റീവായപ്പോഴാണ് അവർ പോവാൻ തുടങ്ങിയത്. പിന്നെ അവരോട് ഇറങ്ങി പോകാൻ പറഞ്ഞതൊക്കെ നുണയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അവനെൻ്റെ ചേട്ടനാണ്, അവൻ്റെ അനിയനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കരച്ചിലൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടു അല്ലേ. അതിനുശേഷം നമ്മുടെ പ്രവീൺ ഒരു വീഡിയോ ഇട്ടു, തെളിവ് സഹിതമായിട്ടിട്ടു. അവർ തെളിവൊന്നും ഇല്ലാണ്ട് അവർ വെറുതെ പറഞ്ഞു. പക്ഷെ നമ്മുടെ പ്രവീണ് തെളിവായിട്ടിട്ടു അവനെ ഉപദ്രവിച്ചതും പിന്നെ ഗർഭിണിയായ മൃദുലിനെയും കൊച്ചു ഉപദ്രവിച്ചതും ഒക്കെ പക്ക വീഡിയോ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്, തെളിവ് സഹിതമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി. ആദ്യം കൊച്ചു വിട്ടപ്പോൾ പ്രവീണും മൃദുലയാണ് കുറ്റക്കാർ പറഞ്ഞിട്ട് എല്ലാവരും വിചാരിച്ചു. പക്ഷേ തെളിവ് സഹിതം ഇട്ടപ്പോൾ മനസ്സിലായി ആരാണ്, അമ്മയും അച്ഛനും കൊച്ചുമാണ് കുറ്റക്കാരെന്ന് മനസ്സിലായി എല്ലാവർക്കും. എന്തായാലും കൊച്ചുവിൻ്റെ സ്വഭാവം പറയണത് തീരെ നല്ല മോശമാണെന്ന് മനസ്സിലായി. നമ്മൾ മൃദുല പറയുന്നുണ്ട്, വീഡിയോ എടുക്കാൻ വിളിച്ചാലും അവൻ വരില്ല, വീഡിയോ കാണുന്ന ആളെ എല്ലാം കൊച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. എന്തായാലും ആ ഒരു തെളിവ് നമുക്കൊന്ന് കാണാം. മൃദുല സംസാരിച്ച ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. എവിടെ പോവും കൊണ്ടുപോകും. പിന്നെ എന്തോ അച്ചിക്കോന്നോ പെൺകോന്നോ ഒക്കെ വിളിച്ചിരിക്കുന്നു.